മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ ശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. തർക്കവുമായി ബന്ധപ്പെട്ട ഡ്രൈവറെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട ടിഡിഎഫിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ കെഎസ്ആർടിസി ചീഫ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് ഇന്നവർ നടത്തിയത്. ഒപ്പം തന്നെ വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു വിഷയത്തിൽ ഇനിയും കൂടുതൽ വ്യക്തതകൾ വരേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അഖിൽ പാലോട്ടുമഠമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. ഒപ്പം തന്നെ പ്രതികരിച്ച ഡിജോ കാപ്പനും നന്ദി പറയുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി BMS രംഗത്തെത്തുകയാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ആദ്യം മേയർക്കെതിരെയാണ് കേസ് എടുക്കേണ്ടത്. എന്ത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് പറയുന്നത്. ഡ്രൈവറുടെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണം. നിയമപരമായ പിന്തുണ നൽകുമെന്ന KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ K രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരത്ത് KSRTC ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുക ഉൾപ്പെടെ ചെയ്ത മേയർക്കെതിരെ പോലീസ് ഇതുവരെ കേസ് എടുക്കാത്തതിൽ വലിയ അതൃപ്തിയാണ് പുകയുന്നത്. KST എംപ്ലോയീസ് സംഘിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് KST എംപ്ലോയീസ് സംഘത്തിന്? കേരളത്തിലെ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ അധികാരമുള്ള എല്ലാവർക്കും ഏത് സാധാരണക്കാരന് എന്ത് ചെയ്താലും പോലീസോ മറ്റു നിയമ സംവിധാനങ്ങളോ ചോദിക്കില്ല എന്ന അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മേയർ ഒരു KSRTC ബസ് ഡ്രൈവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ പൊള്ളയായിരുന്നു, തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ആ ഡ്രൈവർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് പോലീസിൽ കൊടുത്ത കേസ് പോലും എടുക്കാതെ, ആ കേസിൽ പോലും ഒരു അന്വേഷണം പോലും നടത്താതെ മേയർ പറഞ്ഞ കേസിൻ്റെ പുറത്ത് മാത്രം അന്വേഷണം നടത്തുന്നു. മേയർ ആദ്യം പറഞ്ഞു അവരെ ഇടിക്കാൻ പോയി, വാഹനം അപകടകരമായ രീതിയിലായിരുന്നു എന്ന്. പിന്നീട് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ മൊത്തം മാറ്റിക്കൊണ്ട് ലൈംഗിക ചുവയോടുകൂടി അവരോട് പെരുമാറി ആംഗ്യം കാണിച്ചു എന്നായി. ഒരു KSRTC ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. തൊട്ട് പുറകിൽ ശീതീകരിച്ച ഒരു കാറിൽ രാത്രി ലൈറ്റിട്ട് വരുന്ന മേയർ ആ ചെറിയ ക്യാബിനിൽ നിന്ന് ഡ്രൈവർ കാണിച്ചത് കണ്ടു എന്ന് പറഞ്ഞാൽ നല്ല വിശ്വസനീയമാണ്. എനിക്ക് തോന്നുന്നത് അവരുടെ മാനസികമായ പ്രശ്നമാണ്, അത്തരത്തിലൊരു ചിന്ത അവർ വളർന്നു വന്ന രീതിയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സത്യത്തിൽ അവിടെ സംഭവിച്ചത്, ഞാൻ മേയറാണ്, എൻ്റെ അഹങ്കാരം എങ്ങനെയാണോ ഇടതുപക്ഷത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ഉള്ള അഹങ്കാരം, അത് കേരളത്തിൽ മുഴുവൻ സംവിധാനങ്ങളിലും കാണുക. ഒരു KSRTC സാധാരണ എംപാനലായി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന് അവനെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൊണ്ടുവന്ന് അവൻ്റെ പരാതി പോലും സ്വീകരിക്കില്ല എന്ന അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി എംപ്ലോയീസ് സംഘം മുന്നോട്ട് പോകും. മാത്രവുമല്ല, ഡ്രൈവർക്ക് വേണ്ട എല്ലാവിധ നിയമസഹായങ്ങളും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഞങ്ങൾ എംപ്ലോയീസ് സംഘം BMSൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് നൽകുകയാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് സുരക്ഷിതമായിട്ട്. നമുക്കൊക്കെ അറിയാം, ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ പൗരൻ ഒരു പൊതുമേഖല അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചാൽ അത് കൃത്യനിർവഹണത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പിടേണ്ട അവസ്ഥയാണ്. ഇത്ര ദിവസവുമായിട്ടും നഗ്നമായി നമ്മളെല്ലാവരും CCTVയിലും മറ്റുമൊക്കെ കണ്ടിട്ടും ആ മേയർക്കെതിരെ ഒരു FIR ഇടാൻ പോലും ഇവിടുത്തെ പോലീസുകാർ സംവിധാനം ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത് അവരുടെ അധികാരത്തിൻ്റെ ഹുങ്കാണ്. ഇത് സാധാരണക്കാരന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഡ്രൈവറെ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നുണ്ടെന്നുള്ള, അപ്പോൾ ഒരു കൃത്യമായ പിന്തുണയും മറ്റും KST എംപ്ലോയീസ് സംഘം ഉറപ്പാക്കും എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട എംപ്ലോയീസ് സംഘിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയ്കുമാറാണ് ഇതിനെതിരെ ആദ്യമായി പ്രസ്താവന നടത്തിയത്. പൂർണ്ണമായ നിയമപരിരക്ഷയും മറ്റു സംഘടനാപരമായ എല്ലാ സഹായങ്ങളും സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ, അദ്ദേഹത്തിൻ്റെ തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് BMSൻ്റെ ആവശ്യം. അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടർ സംവിധാനത്തിലുള്ള നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും എംപ്ലോയീസ് സംഘ് വേണ്ട നടപടികളും സഹായങ്ങളും ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ്. ഏതായാലും ഈ മേയറുടെ നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, KST എംപ്ലോയീസ് സംഘ് കൃത്യമായ പിന്തുണ ഈ ഡ്രൈവർക്ക് നൽകും എന്നുള്ളതാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ രാജേഷ് വ്യക്തമാക്കുന്നത്. PR മനോബിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.